തെരഞ്ഞെടുപ്പ് കാലത്ത് യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ അവരൊരു ധാർമ്മികത പുലർത്തണം എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. ആ ധാർമ്മികത നമുക്ക് പക്ഷേ ഇന്ന് കാണുന്നില്ല. കാരണം ആ ഒരു വോട്ട് വാങ്ങാൻ വേണ്ടി എന്ത് അലിഗേഷനും എന്ത് ആരോപണങ്ങളും ഉന്നയിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരാൾ എതിർ സ്ഥാനാർത്ഥിക്കെതിരെ എന്ത് ആരോപണം ഉന്നയിക്കും, എതിർ സ്ഥാനാർത്ഥി അതേപോലെ അതേ നാണയത്തിൽ അതിന് തിരിച്ചടിക്കും. ഈ രീതിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഞാൻ ബാക്കി ഇവിടെയൊക്കെ പറയുന്നില്ല. ഒരുപാട് പേര് ഇവിടെ ഈ ആരോപണങ്ങൾ ഒരുപാട് സ്ഥലത്ത് ഉയർത്തിയിട്ടുണ്ട്. ഒരുപാട് ആരോപണങ്ങൾ അത് പണ്ട് ഉള്ള, അതായത് മുമ്പൊക്കെ ഉള്ള കാലത്തെങ്ങും ചെയ്യുന്ന രീതിയിലുള്ളതല്ല. ആ കാഴ്ചപ്പാടൊക്കെ വിട്ടു. ധാർമ്മികത അല്പം പോലും തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത വിധത്തിൽ ഈ ആണ് ഇപ്പോഴത്തെ ഈ പ്രവർത്തനം. ഇത് നാടിനൊരിക്കലും നല്ലതല്ല, നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതിക്കും നല്ലതല്ല എന്ന് ഒന്ന് തിരിച്ചറിയണം. അതാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി ഇപ്പം പറയുന്നത് പോലെ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മുസ്ലിം മതത്തിന് സംവരണം കൊടുക്കുന്നതല്ല എന്ന് പറഞ്ഞാൽ, അതായത് ഈ ഡോക്ടർ അംബേദ്കർ പറഞ്ഞ പ്രിൻസിപ്പിളിന് വളരെ എഗൻസ്റ്റാണ്, എതിരാണത്. ഡോക്ടർ അംബേദ്കറിൻ്റെ അഭിപ്രായത്തിൽ പ്രാതിനിധ്യ ജനാധിപത്യമാണ് നമുക്ക് വേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം അതിനുവേണ്ടി വാദിച്ച ആളാണ്. മഹാത്മാഗാന്ധിയോട് പോലും പിണങ്ങേണ്ടതായിട്ട് വന്നു ആ കാര്യത്തിൽ. പ്രാതിനിധ്യ ജനാധിപത്യം വേണമെന്ന് പറഞ്ഞു. അതായത് ജാതിയുടെ അടിസ്ഥാനത്തിൽ എടുപ്പ് നടത്തി പ്രാതിനിധ്യ ജനാധിപത്യം വേണം, റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി. അത് ശരിയായ പ്രിൻസിപ്പിളാണ്. ഇപ്പോൾ അതാണ് വേണ്ടത്. ആ പ്രിൻസിപ്പിൾ ഉള്ളപ്പോഴാണ് അതിനെയൊക്കെ മറികടന്നുകൊണ്ട് മുസ്ലിം ജാതി മതത്തിന്, മുസ്ലിം എന്ന് പറയുന്ന മതമല്ല, ഒരു ജാതി മാത്രമാണ്, ഇസ്ലാമാണ് മതം, അവർക്ക് കൊടുക്കുന്നില്ല എന്ന് പറയുന്നതും ധാർമ്മികതയ്ക്ക് നിരക്കുന്നതുമല്ല. മാത്രമല്ല നമ്മുടെ ഭരണഘടനയുടെ തത്വങ്ങൾക്ക് വളരെ എതിരാവും. കാരണം അത് ഫെഡറൽ സിസ്റ്റത്തിലേക്കുള്ള കടന്നുകയറ്റമായിട്ട് മാറും. ഒരു സംസ്ഥാനത്ത് ഇന്നിപ്പോൾ തെലങ്കാനയിൽ അദ്ദേഹം പറഞ്ഞതാണിത്. എന്ന് പറയുന്നത് പോലെ ആ ഫെഡറൽ സിസ്റ്റത്തിലേക്കുള്ള കടന്നുകയറ്റമാവും. ഓരോ സ്ഥലത്തും പിന്നോക്ക വിഭാഗങ്ങളെ ആരൊക്കെ ഉൾപ്പെടുന്നു അവർക്ക് സംവരണം കൊടുക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ഭരണഘടനയുടെ തത്വം. അതാണുള്ളത്. ആർട്ടിക്കിൾ 15-ലും ആർട്ടിക്കിൾ 16-ലും പറയുന്ന കാര്യമാണത്. അപ്പോൾ അതിനെതിരെ സംസാരിക്കുക എന്ന് പറയുന്നതും ഭരണഘടനാ വിരുദ്ധവുമാണ്, അതുപോലെ ധാർമ്മിക നിരക്കാത്തതുമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യം ഇനി മുമ്പോട്ട് നീങ്ങും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നില്ല. നന്നായിട്ട്